എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഡെയിലി റിവിഷൻ പ്ലാൻ റൗണ്ട് വണ്ണിൻ്റെ റൗണ്ട് വൺ ആണ്. റൗണ്ട് വൺ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 റൗണ്ട് റിവിഷൻ തീർക്കണം എക്സാമിന് മുൻപ്, SLC എക്സാമിന് മുൻപ്. അതിൽ 2 to 3 രണ്ടോ മൂന്നോ കംപ്ലീറ്റ് റൗണ്ട് റിവിഷൻ നമുക്ക് മോഡൽ എക്സാമിന് മുമ്പ് തീർക്കണം. ഒരു 1-2 റൗണ്ട് നമുക്ക് എന്ത് ചെയ്യണം, SLCക്ക് മുൻപ് തീർക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയാവുന്നതായിരിക്കും. നമുക്ക് പ്രോപ്പറായിട്ട് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി തീർക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ ഡെയിലി പ്ലാൻ, ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ കൂടെ എത്ര നേരം എടുക്കും? ഒരു 2 മണിക്കൂർ മാക്സിമം, 2 മണിക്കൂർ മാക്സിമം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കണം. എപ്പോഴാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. പക്ഷേ ഇത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിവിഷൻ നടക്കാതെ ഒരിക്കലും നമുക്കൊരു എക്സാമിന് നമുക്കത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അല്ലേ? നമുക്ക് നേരത്തെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാണ്ട്, നല്ലോണം റിവൈസ് ചെയ്യാണ്ട് നമുക്ക് പരീക്ഷ ഹാളിലത് കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് പറയണത്. ഓക്കെ, അതിൽ നമ്മുടെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇംഗ്ലീഷിൻ്റെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, എന്തെങ്കിലും നമുക്കിപ്പോൾ കത്തുണ്ട്, നോട്ടീസ് ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, ഡയറി ഉണ്ട്, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് വരണം, അതിൻ്റെ ഒരു കണ്ടൻറ്റ് നമുക്ക് വരണം, അല്ലേ? അപ്പോൾ അതൊരു 5 മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ 5 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ, 5 to 7 മിനിറ്റ് മാക്സിമം. അപ്പോൾ അതങ്ങനെ. ഇനി ഹിന്ദിയുടെ ഇതുപോലെ തന്നെ നമുക്ക് വേറെ വേറെ ഫോർമാറ്റിലുള്ള ആൻസറുകൾ എഴുതാനുണ്ടല്ലോ. അപ്പം ലാംഗ്വേജ് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സംസ്കൃതം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തെ ഗ്രാമർ കുറയ്ക്കണം. 3 മണിക്കൂർ എക്സാം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ എഴുതി തീർക്കണം, അല്ലേ? സ്പീഡ് വേണം, അതിൻ്റെ ഉള്ളിൽ പറയേണ്ട കാര്യങ്ങൾ നമുക്ക് വേണം. ഇപ്പോൾ വാക്കുകൾ, വൊക്കാബുലറി നമുക്ക് കറക്റ്റായിട്ട് വരണം, അല്ലേ? ഒരു വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പി നിൽക്കരുത്. അപ്പോൾ അത് എഴുതിയാണ് പ്രാക്ടീസ് ആക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വേഗം തുടങ്ങണം. അപ്പോൾ ഹിന്ദിയുടെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ മാത്സ് കുറഞ്ഞതൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. ബുക്കിൽ പണ്ട് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ പോരാ, ഡെയിലി നമ്മൾ കൈകൊണ്ട് 10 ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്പീഡാവും. അപ്പോൾ എന്താ, അതിൻ്റെ ഒരു ആക്യുറസി തെറ്റാനുള്ള ഒരു സാധ്യത അവിടെ കുറയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഗുണിക്കുമ്പോൾ അല്ല കുറയ്ക്കുമ്പോൾ കൂട്ടുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, അതുപോലെ എടുത്തെഴുതുമ്പോൾ നമ്മൾ ഗുണിച്ചൊക്കെ എഴുതുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അത് ഉത്തരത്തിൻ്റെ അങ്ങോട്ടേക്ക് സമം ഇട്ട് ഈക്വൽ ടു ഇട്ട് എഴുതുമ്പോൾ എന്താ തെറ്റിപ്പോവും, അല്ലേ? 2 6 ആവും, 6 8 ആവും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡെയിലി ഉള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് 30 മിനിറ്റ് മാക്സിമം എടുക്കുകയുള്ളൂ. അതിനൊക്കെ ഒരുപാട് തല പോണ സമയമൊന്നും എടുക്കില്ല. ഓക്കെ, പിന്നെ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1 ആണ്. അത് നമുക്കൊരു 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യണം, തീർക്കണം. നമുക്ക് ഷോർട്ട് നോട്ട് ഞാൻ നോക്കട്ടെ, എനിക്ക് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനും ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നോക്കാമത്. അപ്പോൾ ഫിസിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ നമുക്ക് ഇന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു ഡെയിലി പ്ലാൻ, ഡേ 1ൻ്റെ. ഓക്കെ, ഇത് ഡേ 1 ആണ്. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സജഷൻസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നമുക്ക് സമയം ഒട്ടും കളയാനില്ല. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് പഠിക്കട്ടെ എല്ലാവരും.